ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പോലീസ് സൂപ്രണ്ടിന് വിജയിയുടെ പാർട്ടി ടി.വി.ക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ അനുമതി ചോദിച്ചുകൊണ്ട് നൽകിയ അപേക്ഷയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ ഒരു വലിയ ഗുരുതരമായൊരു വീഴ്ച നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. വിജയ് കഴിഞ്ഞ ദിവസം 23-ാം തീയതിയാണ് ഈ പരിപാടിയുടെ സംഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സൂപ്രണ്ടിന് അപേക്ഷ സമർപ്പിക്കുന്നത്. ആ അപേക്ഷയിൽ പറയുന്നത് ഈ പറയുന്ന കരൂരിലെ ഈ പ്രദേശത്ത് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അതിനുള്ള അനുമതികൾ, അതിന് വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ സംഘാടനത്തിൽ വേണ്ട ബാക്കി ക്രമസമാധാനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ഒരുക്കി തരണമെന്ന് പോലീസ് സൂപ്രണ്ടിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് 1,20,000 ചതുരശ്ര അടിയാണ് ഈ ഭൂപ്രദേശത്തെ ഞങ്ങൾ ഏർപ്പെടുത്തിയ ഒരു എഞ്ചിനീയർ അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ 1,20,000 ചതുരശ്ര അടിയുള്ള ഭൂപ്രദേശത്ത് 10,000 പേരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുമ്പ് വിജയെപ്പോലെയുള്ള തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർഡമുള്ള താരമൂല്യമുള്ള ഒരു ജനനായകനെന്നൊക്കെ പറയുന്ന ഒരാൾ അവിടേക്ക് വരുന്നു, ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അദ്ദേഹം സംസ്ഥാന പര്യടനത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന കരൂരിലെ മനുഷ്യരെ കാണാനായി വരുന്നു. അവിടെ 10,000 പേരെ മാത്രമേ ടി.വി.ക്ക് പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രതീക്ഷിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ ഗുരുതരമായ ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 10,000 പേർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പാടാക്കി തരിക എന്നുള്ളതാണ് അദ്ദേഹം പോലീസിനോടും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും 10,000 പേര് ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്കറിയാം സംസ്ഥാനത്ത് ഭരിക്കുന്ന മറ്റൊരു പാർട്ടിയാണ്. അവർ അങ്ങനെ ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കുന്ന സമയത്ത് അത്രമേൽ ഗൗരവത്തോടെ ആ പരിപാടിയെ ഇവർ പറയുന്ന രീതിയിൽ കാണുമോ എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. ഏതായാലും ആ വിധത്തിൽ 10,000 പേർക്കുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അത് അവിടെ വന്ന 30,000 പേരെന്നാണ് ഇപ്പോൾ പ്രാഥമിക വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. 30,000 പേരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നന്നേ കുറവായിരുന്നു എന്ന് തന്നെയാണ് അപകടത്തിൻ്റെ തീവ്രത നമ്മളോട് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതിൽ അദ്ദേഹം പറയുന്നത് 3 മണി മുതൽ 10 മണി വരെയാണ് ഈ പരിപാടി നടത്തുവാനുള്ള അനുമതി സംസ്ഥാന സർക്കാരിനോടും പോലീസ് സൂപ്രണ്ടിനോടും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ നേരത്തെ അജി സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്ക് 1 മണി മുതലേ തന്നെ ഇദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഈ പ്രദേശത്തേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയായിരുന്നു. ആ ഒഴുകിയെത്തിയ മനുഷ്യർക്ക് അവിടെ കുടിക്കാൻ വെള്ളമോ അല്ലെങ്കിൽ അവരെ കാത്തു നിൽക്കുന്ന ആ മനുഷ്യർക്ക് വേണ്ടി അവിടെ ഇരിക്കുവാനോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും അവിടെ സജ്ജീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിധത്തിൽ 1 മണി മുതൽ കാത്തു നിൽക്കുന്ന മനുഷ്യർ 3 മണി മുതൽ പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടും 6 മണിക്കൂർ കഴിഞ്ഞ് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരുന്ന വിജയ്, ആ വിധത്തിൽ വിജയെ കാണാൻ വേണ്ടി തള്ളിക്കയറുന്ന മനുഷ്യർ, അവർക്കിടയിലേക്ക് ഒരു അപകട സാഹചര്യം ഉണ്ടാവുകയും അതിലെ തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികളടക്കം മനുഷ്യർ മരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ വാർത്തയാണ്. നമുക്കറിയാം വിജയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ വിജയുടെ പേരിൽ ഇതേവരെ ഒരു കേസ് പോലും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ വിജയ് ടി.വി.ക്ക് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെ 2ാം സംസ്ഥാന സമ്മേളനം നടത്തിയ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സ്ഥിതിവിശേഷം തമിഴ്നാട്ടിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പരിപാടി കാണാൻ വീക്ഷിക്കാൻ വേണ്ടി കാത്തുനിന്ന പ്രേക്ഷകരിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഈ കടന്നു വരുന്ന വഴിയിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ ഉയർന്ന റാമ്പിൽ നിന്നും അദ്ദേഹത്തെ പിടിച്ച് താഴേക്ക് തള്ളിയിടുന്ന അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഈ പറയുന്ന താഴെ വീണ് പരിക്കേറ്റ ആ ചെറുപ്പക്കാരൻ്റെ, ആ യുവാവിൻ്റെ മാതാവും ആ യുവാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിജയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം പോലും തമിഴ്നാട്ടിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം തമിഴ്നാട്ടിൽ വിജയ് മാത്രമല്ല ഒരു പാർട്ടി രൂപീകരിക്കുക. ഇതിനു മുമ്പ് കമൽഹാസനെ പോലെയുള്ള, രജനീകാന്തിനെ പോലെയുള്ള തമിഴ്നാട്ടിൽ എല്ലാ കാലത്തും താരമൂല്യമുണ്ടായിരുന്ന നായകരൊക്കെ അവർ പാർട്ടി രൂപീകരിക്കുകയും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആവശ്യത്തിന് വേണ്ട ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ, അപകട സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ട മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ, അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം തമിഴ്നാട്ടിൽ നമ്മൾ ഉത്തരേന്ത്യയിൽ കാണുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള ആൾ ദൈവങ്ങളുടെ പേരിൽ പറഞ്ഞിട്ട് നടക്കുന്ന സമ്മേളനങ്ങൾ, ആൾ ദൈവങ്ങളുടെ കാൽ കീഴിൽ മണ്ണ് ശേഖരിക്കാൻ പോകുന്ന മനുഷ്യർ വീഴുന്നു, അവരുടെ പിന്നാലെ മറ്റു മനുഷ്യർ മറിഞ്ഞു വീഴുന്നു. ആ വിധത്തിൽ ഉത്തർപ്രദേശിൽ നിന്ന് നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് ഒരു അപകടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിധത്തിലൊക്കെ ഒരു അപകടം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് സാധാരണ കേൾക്കില്ല. പക്ഷേ ഈ തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾക്കോ ഇത്തരത്തിലുള്ള സംഗമങ്ങൾക്കോ സമ്മേളനങ്ങൾക്കോ ഒന്നും തമിഴ്നാട്ടിൽ ഒരു കുറവുമില്ല. അതിൻ്റെ അർത്ഥം തമിഴ്നാട്ടിൽ നടക്കുന്ന പരിപാടികളൊക്കെ ആ വിധത്തിൽ പോലീസിൻ്റെ മുൻകൂർ അനുവാദത്തോടെ നടത്തുന്നു, അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നു.
ആ വിധത്തിൽ ആ പരിപാടി നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ട് ഉയർന്നു വരാൻ ശ്രമിക്കുന്ന അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രബലമായ ഒരു കക്ഷിയായി മാറാൻ ശ്രമിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ രൂപവൽക്കരിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്ന വിജയെ പോലെ ഒരു വ്യക്തി നേതൃത്വം കൊടുക്കുന്ന TVK എന്ന് പറയുന്ന പാർട്ടി അവർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ഈ വിധത്തിൽ ഒരു വലിയ സംഗമം സംഘടിപ്പിക്കുമ്പോൾ ഇനി അദ്ദേഹം 1-2 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല, തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ ജില്ലകളിലൂടെയും കടന്നു പോകുന്ന ഒരു സംസ്ഥാന പര്യടനം തന്നെയാണ് അവിടെ സംഘടിപ്പിച്ചിരുന്നത്.